2005 അവിടെ നിലമ്പൂർ ഫോറസ്റ്റ് ഉണ്ട്. അപ്പം നിലമ്പൂർ കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ സാധാരണ ആടിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടി നേരെ കാടിനുള്ളിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഒരു വശത്തു കൂടി ചാലിയാർ പുഴ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്തുകൂടി നടന്ന് നേരെ ഫോറസ്റ്റിൽ പോയി ആടിനെയൊക്കെ മേയ്ച്ച് വരികയും ചെയ്യാം. അത് ഫോറസ്റ്റുകാർ ഒരു ഇംപ്ലോയിഡ് പെർമിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് അവിടെ കൊണ്ടുപോയി കന്നുകാലികളെ മേയ്ക്കാനൊക്കെ ഒരു ഇംപ്ലോയിഡ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കന്നുകാലികളെ മേയ്ക്കാൻ പോകുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് അവിടെ നിന്നൊരു ഈ പറയുന്ന ഫോറസ്റ്റിനോട് ഒരു 1-1.5 കിലോമീറ്റർ മാറി ഒരു ഹൈദ്രോസ് എന്ന് പറഞ്ഞ ആൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഹൈദ്രോസും സ്ഥിരം ആടുകളായിട്ട് രാവിലെ ചോറൊക്കെ കെട്ടി ആടുകളെ മേയ്ക്കുന്ന ഒരു വടിയിൽ കേട്ട് നേരെ ആട്ടിൻകുട്ടികളായിട്ട് നേരെ ഫോറസ്റ്റിൽ പോവും. ആടുകളെയൊക്കെ അവിടെ അഴിച്ചു വിടും. എന്നിട്ട് ഇയാളവിടെ ഒരു ചെറിയ ഷെഡുണ്ട്, അവിടെ റെസ്റ്റ് എടുക്കും. ഉച്ചക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങും. വൈകിട്ടാവുമ്പോൾ ഈ ആടുകളെയൊക്കെ തിരിച്ച് മേയിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. സ്ഥിരം ഉള്ളൊരു ജോലിയാണ്. മറ്റുള്ള ആൾക്കാരും പല സ്ഥലത്തേക്കും അങ്ങനെ പോകാറുണ്ട്. അതോടൊപ്പം തന്നെ പണ്ട് നിലമ്പൂർ പല അനാശാസ്യമായ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അത് ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. ഒരു ദിവസം ഈ ഹൈദ്രോസാണ് മുഴുവൻ പേര് അദ്ദേഹം തിരിച്ചു വന്നില്ല. ആടുകളെ മേയ്ക്കാൻ വേണ്ടി തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഹൈദ്രോസിന് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാര്യയിലെ കുട്ടികളുണ്ട്, രണ്ടാമത്തെ ഭാര്യയിലെ കുട്ടികളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയിലെ കുട്ടികളുമായിട്ടാണ് ഹൈദ്രോസ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഹൈദ്രോസിൻ്റെ മക്കൾ രണ്ടാമത്തെ കുടിയിലെ കുട്ടികൾ ഒക്കെ കൂടി അന്വേഷിച്ച് ഫോറസ്റ്റിൽ വന്ന് നോക്കുമ്പോൾ ഈ ഹൈദ്രോസ് കിടന്ന് സാധാരണ റെസ്റ്റ് എടുക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. ഈ ഒരു പാടി മാതിരമുള്ളത്, ഇല്ലെങ്കിൽ ഒരു ഷെഡ് മാതിരമുള്ളതാണത്. അത് ഭാര്യ കൊണ്ട് അടി കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ നമുക്ക് കിടക്കാം, പലകമാരെ കിടക്കാം, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മേലെ ഓലമേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈദ്രോസിൻ്റെ ആദ്യത്തെ കുടിയിലെ മകൻ താമസിക്കുന്നത് അവിടെ നിന്ന് ഈ ഫോറസ്റ്റിൽ നിന്ന് കുറച്ചുകൂടി അടുത്തായിട്ടാണ്. അത് ഹൈദ്രോസിന് അല്ലെങ്കിൽ ഹൈദ്രോസിൻ്റെ മറ്റു കുട്ടികൾക്കോ ഈ ഫോറസ്റ്റിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ കുടിയിലെ മകൻ്റെ വീടിൻ്റെ മുൻവശം കൂടി അങ്ങോട്ട് പോകാൻ. അവരൊക്കെ ഇങ്ങനെ ചെറിയ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഒന്നല്ലേ പിന്നെ മരം വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഏജൻറ്റ്, ഇല്ലെങ്കിൽ അതിൻ്റെ ബ്രോക്കർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന കൂലിപ്പണി, അതൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. വളരെ പാവപ്പെട്ടവരാണ്. അപ്പോൾ ഇവരൊന്ന് നോക്കുമ്പോൾ ഈ ഹൈദ്രോസ് സാധാരണ കിടക്കാറുള്ള ഈ പറയുന്ന ചെറിയ ഷെഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി ഫോറസ്റ്റിനുള്ളിലായിട്ട് ഹൈദ്രോസ് മരിച്ചു കിടക്കുകയാണ്. ഹൈദ്രോസിൻ്റെ ചെരുപ്പ് ഈ പറയുന്ന ഇതിൻ്റെ താഴെ കിടക്കുന്നുണ്ട്. ഒരു വടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരത് പോലീസിൽ അറിയിച്ചു. ഫോറസ്റ്റുകാരോട് പറഞ്ഞ് ഫോറസ്റ്റുകാർ ഒന്ന് നോക്കി. അപ്പോൾ അത് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഫോറസ്റ്റുകാർ ഒരു ഏരിയയാണ്. അപ്പോൾ നിലമ്പൂർ പോലീസ് 2005 തന്നെ ഇതിൻ്റെ കേസെടുത്തു, ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന SIയും CIയൊക്കെ അതിൻ്റെ ഫോർമാലിറ്റീസ് കഴിച്ചു. ഇൻക്വസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഹൈദ്രോൻ്റെ തലക്ക് കിട്ടിയ അടിയുണ്ട്. ആ അടിക്ക് പറ്റിയ പരിക്കും കഴുത്തിലേറ്റ ക്ഷതവും കൊണ്ടാണ് മരണം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ലോക്കൽ പോലീസ് ഇങ്ങനെ അന്വേഷിച്ച് ഒരുപാട് കാലമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നീണ്ടുപോകും തോറും ഇല്ല പ്രതികൾ ആരാണെന്ന് പോലീസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിൻ്റെ അടുത്ത് വീടുന്നില്ല. അവിടെ നിന്നൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ മാറിയിട്ടാണ് വേറൊരാളുടെ വീടുള്ളത്. അയാൾ ഈ ചാലിയാർ പുഴയിൽ കടത്ത് നടത്തുന്ന ആളാണ്. കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ സംശയത്തിൻ്റെ പേരിൽ കടത്തുകാരനെ വിളിച്ച് ചോദിച്ചു. ഈ ഫോറസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് കുറച്ചുകൂടി ഒരു 300-400 മീറ്റർ മാറിയിട്ടാണ്. അത് നിറയെ കാടായതുകൊണ്ടും ബുഷായതുകൊണ്ടും നോക്കിയാൽ കാണത്തില്ല. അപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റുകാർ ആ പീരീഡിൽ ജോലിയെടുത്തിരുന്ന ഫോറസ്റ്റുകാരെ മുഴുവൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരേ ഏജൻസി വരുമ്പോൾ ഉദാഹരണത്തിന് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. പിന്നീട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങും കിട്ടാത്തതുകൊണ്ട് ക്രൈംബ്രാഞ്ച് കൊടുത്തു. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണം നീണ്ടുപോകും തോറും ഈ പറയുന്ന കുട്ടികൾ തമ്മിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായി തുടങ്ങി. ഈ രണ്ടാമത്തെ ഭാര്യയിലുള്ള കുട്ടികൾക്ക് സംശയം ആദ്യത്തെ ഭാര്യയിലുള്ള മകനെയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളുടെ വാപ്പാനെ കൊന്നു എന്നുള്ള മട്ടിലേക്കൊരു സംസാരം എത്തി തുടങ്ങി.
അത് നാട്ടുകാരുടെ അടക്കം ഒക്കെ എത്തിത്തുടങ്ങി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയിക്കുന്ന ഒരു മരത്തിൻ്റെ കച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ച് ചോദിച്ചു. അയാളെ പോലീസ് സംശയത്തിൻ്റെ നിലയിൽ നിർത്തി തന്നെ ചോദിച്ചു. പക്ഷെ അതൊന്നും അയാളൊന്നും ഇതിലുണ്ടെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ കുറച്ച് വീടുള്ളൂ, 2 വീടോ 3 വീടോ അവിടെ നിന്ന് 1 കിലോമീറ്റർ മാറിയുള്ളൂ. അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു, അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല. എന്നാൽ ഈ കടത്തുകാരനും ഈ ഫോറസ്റ്റുകാരൊക്കെ കൂടി ഇടയ്ക്ക് അവിടെ ഇരുന്ന് ചീട്ട് കളിക്കാറുണ്ട്. അവർക്ക് ചെറിയ ഓഫീസുണ്ട്. അപ്പോൾ ഈ എക്സൈസുകാരുടെ ഓഫീസിൽ നിന്നിടയ്ക്ക് ചീട്ട് കളിക്കും. ചെറിയ മദ്യപാനമൊക്കെ അവിടെ ഉണ്ട്. പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇനി ഇതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സംശയം കൂടുതലും ഈ കടത്തുകാരനിലേക്ക് പോയി. കാരണം കടത്തുകാരൻ ഇതിൻ്റെ സൈഡിൽ കൂടി വേണം അയാളുടെ കടത്ത് തോണിയിലേക്ക് പോകാൻ. അപ്പോൾ കടത്തുകാരനോട് ചോദിച്ചു, വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ കടത്തുകാരൻ്റെ ഓർമ്മയിൽ വേറെ ആരും അന്ന് കടത്തിനിറങ്ങിയപ്പോഴത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്നതായിട്ട് കാണുന്നില്ല. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്ത മകനെ സംശയിക്കുമ്പോൾ ഇവർ വീണ്ടും ഒരു പരാതിയുമായിട്ട് ഇവർ ഹേമേന്ദ്ര സാറിന് ക്രൈംബ്രാഞ്ച് ADGP ആണ്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ടെമ്പിൾ ആൻറ്റി തെഫ്റ്റ് സ്ക്വാഡിൻ്റെ SP ആണ്. അപ്പോൾ എനിക്ക് ഓഫീസ് തൃശ്ശൂരുണ്ട്. അവർ പരാതിയുമായിട്ട് ഹേമേന്ദ്ര സാറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും എത്താത്തതുകൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി അവിടെ രൂപീകരിച്ചു. അപ്പോൾ അന്ന് ആക്ഷൻ കമ്മിറ്റീൻ്റെ കൺവീനർ ഒരു പ്രഭാകരനാണ്. അപ്പോൾ പ്രഭാകരനുണ്ട്, ഈ പറയുന്ന മരിച്ച ഹൈദ്രുവിൻ്റെ മൂത്ത മകൻ, കുട്ടികളൊക്കെ എല്ലാവരും കൂടി കേന്ദ്രീകരിച്ച് നിർത്തിയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആരും അല്ലാണ്ട് വേറൊരാൾ വന്ന് ഈ കൃത്യം ചെയ്യാൻ വഴിയില്ല. അതിൽ സംശയിക്കുന്നത് ഈ ഹൈദ്രുവിൻ്റെ ആദ്യ ഭാര്യയിലെ കുട്ടീനെയും മകനെയുമാണ്. അയാൾക്കും പ്രായം വലിയ ആരോഗ്യമൊന്നുമില്ല. അയാളുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഇവർ ADGPൻ്റെ അടുത്ത് പോയിക്കൊണ്ട്, അപ്പോൾ അതിന് മുമ്പ് ഹൈക്കോടതി പോകുന്നതിന് മുമ്പ് ഇവരുടെ ഉദ്ദേശം ഹൈക്കോടതി പോകാനാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യുമ്പോൾ ആദ്യം ഇത് നിങ്ങൾ വേറെ ആർക്കെങ്കിലും പരാതി കൊടുത്തു എന്ന് ചോദിക്കും, വക്കീൽ ചോദിക്കും. അപ്പോൾ വക്കീൽ പറഞ്ഞതനുസരിച്ച് ഇവർ ADGP ക്രൈംസ് പരാതി കൊടുത്തിട്ട് ADGP ക്രൈംസിനും പരാതി കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പുരോഗതിയൊന്നുമില്ല, അതുകൊണ്ട് ഇതുപോലെ സത്വര നടപടി എടുക്കണം എന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാറ്. സാറിന് മിക്ക റിട്ട് തന്നെയാണ് ഫയൽ ചെയ്യാറ്. അപ്പോൾ ADGPൻ്റെ അടുത്ത് പോയപ്പോൾ ADGP പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതിയിൽ പോകാൻ വരട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് കോടതി പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലായി, അത് നിങ്ങൾ തിരിച്ചു നോക്കാം. അവിടെ തൃശ്ശൂരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് SP ഉണ്ട്, അദ്ദേഹം അവിടെ വരും, ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. അപ്പോൾ അദ്ദേഹം അവരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു കേസുണ്ട്, 2005 കേസാണ്, അത് ഇത്രയും കാലമായിട്ടും ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിനെ കടമെടുത്ത് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പോൾ അവർ എന്നെ ഒന്ന് കാണും, ഒരു സംസാരിക്കാനുള്ളത് സംസാരിക്കും. ഒരു കഴിയുമെങ്കിൽ നാളെ തന്നെ വരും, ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി തന്നെ അവർ നിങ്ങളെ ഒന്ന് കാണും, എന്നിട്ട് അവർ നിലമ്പൂർക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എറണാകുളം ക്രൈംബ്രാഞ്ച് SP ആണ്. അപ്പോൾ അന്ന് ക്രൈംബ്രാഞ്ച് SPൻ്റെ കീഴിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളുണ്ട്. അപ്പോൾ അത് മലപ്പുറം എൻ്റെ കീഴിലല്ലെങ്കിലും അത് എന്നോട് പോയി നോക്കാൻ അദ്ദേഹം പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് 2017 തോന്നുന്നു ഇവർ എൻ്റെ അടുത്ത് ഹേമേന്ദ്ര സാറിനെ കണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്നവർ എൻ്റെ അടുത്ത് വന്നവർ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ നടത്തി സംസാരിച്ചു. ഞാൻ 2 ദിവസം കൂടെ ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാനത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ബിജു സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു CI ഉണ്ട്, ഇൻസ്പെക്ടറുണ്ട്, വളരെ നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്, കാര്യങ്ങൾ വളരെ നന്നായിട്ട് അന്വേഷിക്കാൻ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഞാൻ ബിജു സ്റ്റീഫനെ വിളിച്ച് പറഞ്ഞു, ബിജു സ്റ്റീഫൻ ഇങ്ങനെ അവിടെ മലപ്പുറം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു ഹൈദ്രു കേസുണ്ട്, അപ്പോൾ ആ കേസ് എന്നോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ADGP പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം, അതിൻ്റെ സൂപ്പർവിഷൻ ഞാൻ നടത്താം. അപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ച് ആകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് പോകാനും വരാനും ഒക്കെ സൗകര്യമുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും സൗകര്യമായിരിക്കും, അവർക്കൊരു ആക്സസിബിലിറ്റി കൂടുതൽ അവിടെ നിന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ബിജു സ്റ്റീഫൻ ആ ഫയലെടുത്ത് പഠിക്കാൻ പറഞ്ഞു. ബിജു സ്റ്റീഫൻ ആ ഫയൽ മേടിച്ച് വായിച്ചു, പഠിച്ചു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ ബിജുവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് നിലമ്പൂർ TV-യിലെത്തി. അപ്പോൾ ബിജു സ്റ്റീഫനും ബിജു സ്റ്റീഫൻ്റെ ടീമും കൂടി നിലമ്പൂർ TV-യിലുണ്ട്. ഈ പറഞ്ഞ ആക്ഷൻ കമ്മിറ്റിക്കാരോട് അവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ അവരോട് എത്തി.
അപ്പോൾ അവിടെ നിന്ന് അവരായിട്ടൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഞാൻ ബിജുവിൻ്റെ സാന്നിധ്യത്തിൽ നടത്തി. ഈ ഫയലിൽ കാണാവുന്ന എല്ലാ എവിഡൻസും, ഫയലിൽ അതുവരെ പോലീസ് ചെയ്ത എഫർട്ട് മുഴുവൻ ഞങ്ങളൊന്ന് പരിശോധിച്ചു. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നേക്കണേ, ഏതൊക്കെ ലിങ്കാണ് വിട്ടുപോയിരിക്കുന്നത്, ആരായിരിക്കും ഇത് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഈ പറയുന്ന ആ പ്രദേശത്തുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇത് വളരെ ലിമിറ്റഡ്, കുറച്ച് പേരെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ കിട്ടാവുന്നൊരു കേസായിട്ടാണ് തോന്നിയത്. അപ്പോൾ മറ്റുള്ളവർ ഒന്നുകൂടി നമ്മൾ വിളിച്ച് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു എഫർട്ട് ബിജു സ്റ്റീഫൻ എടുക്കുകയും മറ്റുള്ളവരൊക്കെ വിളിച്ച് സാക്ഷികളൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് 2-3 തവണ ഞാൻ നിലമ്പൂർ ടി വിയിൽ വിസിറ്റ് ചെയ്തു. ഈ പറയുന്ന ഹൈദ്രോസിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ കുട്ടികളും രണ്ടാമത്തെ ഭാര്യയിലെ കുട്ടികളൊക്കെ വിളിച്ച് ചോദിച്ചു. അവർ സംശയിക്കുന്ന പലരും നമ്മൾ ഈ പറയുന്ന നേരത്തെ പോലീസ് സംശയിച്ചു എന്ന് പറയുന്ന ആളെ വീണ്ടും വിളിച്ച് ചോദിച്ചു. അപ്പോൾ പോലീസ് അന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇയാളുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇയാളുടെ ആരെങ്കിലും ഒരു പേഴ്സ് ഉണ്ടായിരുന്നു, പേഴ്സല്ല ഈ പറയുന്ന ബെൽറ്റ് ഉണ്ടായിരുന്നു, ഈ പോക്കറ്റുള്ള അല്ലെങ്കിൽ പേഴ്സുള്ള ബെൽറ്റെന്ന് പറയാം. അപ്പോൾ അത് സാധാരണ ഒരു ആ പച്ച നല്ല വീതിയുള്ള ബെൽറ്റാണത്. അതിൻ്റെ എല്ലാ പോക്കറ്റും തുറന്ന നിലക്കായിരുന്നു, തുറന്നിട്ടിരുന്നു. ഇയാളുടെ പോക്കറ്റിലും പൈസ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ സാധാരണ ഹൈദ്രോസിൻ്റെ ഭാര്യയുടെ മൊഴി അനുസരിച്ച് ഹൈദ്രോസിൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ കാണും. പൈസ വളരെ സൂക്ഷിച്ച് ചിലവാക്കുന്നൊരു പ്രവർത്തനക്കാരനാണ് ഹൈദ്രോസ്. അപ്പോൾ ഹൈദ്രോസിൻ്റെ പോക്കറ്റിലും ഈ പറയുന്ന അയൽ കിട്ടുന്ന ബെൽറ്റിലൊക്കെ പൈസ കാണും. രാവിലെ ചായ കുടിക്കുമ്പോൾ ഹൈദ്രോസ് ഈ ആടിനെ മേച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ചായ കുടിക്കുന്ന കടയിൽ ചിലപ്പോൾ പൈസ കൊടുത്താവും ഹൈദ്രോസ് കുടിക്കുന്നത്. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ പേഴ്സിൽ പൈസ കാണണം. പക്ഷെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതൊരു ബർഡർ ഫോർ ഗെയിൻ, ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകമായിട്ട് പോലീസ് ഇത് കണക്കാക്കിയിട്ടില്ല. 20-ാം നൂറ്റാണ്ട് സംഭവ ബഹുലമായ 100 വർഷങ്ങളുടെ ക്രമാനുഗതമായ ദൃശ്യാവിഷ്കാരം 2 പെൻഡ്രൈവുകളിൽ. സമഗ്ര ഗവേഷണത്തിലൂടെ തയ്യാറാക്കിയ വിവരണം, അത്യപൂർവമായ ദൃശ്യങ്ങൾ, ഓരോ വിദ്യാലയത്തിനും ഓരോ ചരിത്ര കുതികിക്കും അമൂല്യ സ്വത്താവുന്ന പെൻഡ്രൈവുകൾ. 20-ാം നൂറ്റാണ്ട് ഉടൻ സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് TC എന്നീ 2 അക്ഷരങ്ങൾ SMS ചെയ്യുക. ഈ ആദ്യത്തെ കുടിയിലെ മകനെ ഇയാളുമായിട്ട് വ്യക്തിവിരോധങ്ങളായിട്ട് ഒരാളും പറയുന്നില്ല. പക്ഷേ രണ്ടാമത്തെ കുടിയിലെ കുട്ടികൾക്കുള്ള സംശയം, ഈ രണ്ടാമത് കല്യാണം കഴിച്ച് അവരുടെ കൂടെ താമസിക്കുന്നതുകൊണ്ട് ഈ ആദ്യത്തെ കുടിയിലെ അവരുടെ ഇക്ക, അവരുടെ ഏട്ടന് ഇയാളോട് വിരോധമുണ്ടെന്നുള്ളതാണ് അവരുടെ സംശയം മുഴുവൻ. അപ്പോൾ ഈ വരുന്ന ഇയാളുടെ സംസാരം കേട്ടാൽ, കാരണം ഈ പറയുന്ന ആദ്യത്തെ കുടിയിലെ മകനെ നമ്മൾ വിളിച്ച് ചോദിച്ചു. അയാൾ വളരെ പാവത്താനായ ഒരു മനുഷ്യൻ, പക്ഷെ അങ്ങേരുടെ സംസാരം വളരെ ദൃഢമായിട്ടാണ്. അങ്ങേര് പറയുന്നത് ഈ കേസ് കണ്ടുപിടിച്ചേ പറ്റൂ സാർ, ഈ കേസ് പിടിക്കാതിരിക്കുന്ന കാലത്തോളം ഞാൻ ഈ കേസിൻ്റെ പുറകെ പോകും. അപ്പോൾ അത്രക്ക് വളരെ ഫേമായിട്ട് പറയുമ്പോൾ അയാൾക്ക് അങ്ങനെ അതിലൊരു റോളുണ്ടെങ്കിൽ, ആ കുറ്റകൃത്യത്തിലൊരു പങ്കുണ്ടെങ്കിൽ അത്രക്ക് ദൃഢമായിട്ട് ഫേമായിട്ട് പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് പല കേസിലും നമ്മളുടെ പല അനുമാനങ്ങളും തെറ്റിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് പ്രതിയായിട്ട് വരുന്നത് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ കേസിൻ്റെ അവസാനം നമുക്കൊരു ക്ലൂ കിട്ടുന്നവരെ നമ്മളിങ്ങനെ സംശയത്തിൻ്റെ നിരയിൽ തന്നെ ആയിരിക്കും ഈ പറയുന്ന ആൾക്കാരൊക്കെ. ഏതായാലും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഈ ചാലിയാർ പുഴയിലുള്ള തോണി കടത്തുന്ന കടത്തുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരാൾ അവിടെ അന്നിറങ്ങി വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ പേര് അറിയില്ല, അയാളെ കണ്ടല്ലറിയും, ഇന്ന സ്ഥലത്താണ് അയാളുടെ വീട്. അപ്പോൾ ചോദിച്ചു അയാളെ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റേ? അപ്പോൾ ഇയാൾ അവിടെ പോകുമ്പോൾ ഈ കടത്തുകാരൻ ഒരു ദിവസം അക്കരെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഇയാൾ അവിടെ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ എന്താ ഇവിടെയാണോ വീട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് എൻ്റെ വീട്, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ തന്നെ പറഞ്ഞ് ഈ പറയുന്ന പോലീസുകാരെ പറഞ്ഞു വിട്ട് അവിടെ നിന്ന് ഈ പറയുന്ന അവിടെ കടത്തിനിക്കര വന്നു എന്ന് പറയുന്ന ആളെ കൂട്ടിക്കൊണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കുറേ 4-5 വർഷമായിട്ട് ഗൾഫിലായിരുന്നു.
ഗൾഫിൽ ജോലി എടുത്ത് ജീവിക്കുമ്പോൾ വിസയുടെ കാലാവധി കഴിഞ്ഞു. അവിടെ ആടിനെ മേക്കുന്നൊക്കെ ജോലിയൊക്കെ ആയിരുന്നു അയാൾക്ക്. കാര്യമായ വരുമാനമൊന്നും ഉണ്ടായില്ല. അപ്പോൾ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാലം ജയിലിൽ കിടന്നു. അവിടെ നിന്ന് പിന്നെ ഒരു കയറ്റി അയച്ചാണ് ഇങ്ങോട്ട്. അപ്പോൾ കയറ്റി അയച്ചിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും നാട്ടുപണിക്കെടുത്ത് ജീവിക്കുകയാണ്. അയാൾ ഈ പറഞ്ഞ ദിവസം അവിടെ വന്നത് ശരിയാണ്. അയാൾ പറയുന്നത് അയാൾ ഈ പറയുന്ന അവിടെ നിന്നൊരു 750-800 മീറ്റർ മാറി വീടുണ്ടെന്ന് പറഞ്ഞല്ലോ, കടുത്തുകാരൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത്. അവിടെ പോയിട്ട് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അവിടെയുള്ള ആളോട് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അയാൾക്ക് ഇയാളെ പരിചയമുണ്ട്. ഇയാൾ പറഞ്ഞ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ ജോലിയൊന്നുമില്ല. ഇയാൾ കടത്തിന് തിരിച്ചു പോയതും ശരിയാണ്. അപ്പോൾ അതിൽ വേറെ സംശയിക്കത്തൊക്കെ ഒന്നും കാണുന്നില്ല. എന്നാലും ഇൻവെസ്റ്റിഗേഷന് കണ്ടിന്യൂ ചെയ്ത് ബിജു സ്റ്റീഫൻ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഇടയ്ക്ക് നിലമ്പൂർ TV പോകും, അവിടെ ഇവർ വിളിച്ചു വരുത്തി ചോദിക്കും. അപ്പോൾ അതിലിപ്പോൾ സംശയം നമ്മൾ അവസാനം ഈ ഇത് പറഞ്ഞു നാരോവിങ് ഡൗൺ ചെയ്ത് വരുന്നത്, ഒന്ന് ഈ കടത്തുകാരൻ കൊണ്ടുവന്ന് വിട്ട ഇപ്പുറത്തെ ആൾ, ഒന്ന് കടത്തുകാരനാണ്. 2 ആളുകൾ സംശയം പറഞ്ഞ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ ജോലി എടുത്തിരുന്ന, അവിടെ പലപ്പോഴും ഈ സ്ത്രീകളോട് മോശമായി പെരുമാറിയിരുന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഈ 3 പേരിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ബിജു സ്റ്റീഫൻ അവിടെ ട്രാൻസ്ഫർ ആയിട്ട് പോയി. പിന്നീട് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വന്നത് വിക്രം എന്ന് പറഞ്ഞൊരു ഡിവൈസിലാണ്. വിക്രം ഇപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP ആണ്. വിക്രം ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്തു. വിക്രമൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ നമ്മൾ ദുബായിൽ നിന്നും തിരിച്ചയച്ച് നാട്ടിൽ വന്ന് ഈ അന്നത്തെ ദിവസം കടത്തിന് ഇവിടെ വന്നു എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ ഈ പോലീസ് ഇയാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അയാളൊരു പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചു. അപ്പോൾ അയാൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, ഞാനൊരു ദിവസം ഈ കടത്ത് കിടന്ന മറ്റേ കരയിൽ ചെന്ന് എൻ്റെ ജോലിക്ക് വേണ്ടി ഇന്ന ആളെ കണ്ട് സംസാരിച്ചിരുന്നു, ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഈ ഹൈദ്രോസ് മരിച്ചു എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കൂടിയാണ് ഞാൻ പോയെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആദ്യ കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിക്രമിന് മനസ്സിലായൊരു കാര്യം, ഈ പറഞ്ഞ നമ്മുടെ ദുബായിൽ നിന്നും ജോലിയില്ലാണ്ട് വിസയുടെ കാലാവധി കഴിഞ്ഞ് കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന അയാളാണ് ഈ പറഞ്ഞ കൃത്യം നടത്തിയിരിക്കുന്നത്. അയാൾ സാമ്പത്തികമായി ഒരു പൈസ ഇല്ലാണ്ട് തിരിച്ചു പോകാൻ വേണ്ടി, അതായത് കടത്തിനിറങ്ങി തിരിച്ചു പോകാൻ വേണ്ടി പൈസ കടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കടത്ത് വഞ്ചിക്ക് കൂടി കൂലി കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന ആൾ, അയാളന്ന് ഇതിൽ പോകുമ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് അവിടെ കിടന്നുറങ്ങുന്നതുകൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ഹൈദ്രോസ് കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ഒരു കാഞ്ഞിരത്തിൻ്റെ വടിയുണ്ട്, ഈ ആടിനെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടു കിടക്കുന്നൊരു കാഞ്ഞിരത്തിൻ്റെ വടി ഇവരെടുത്തുണ്ട്. ഈ സംഭവത്തിൽ ഉപയോഗിച്ചിരിക്കുന്നൊരു കാഞ്ഞിരത്തിൻ്റെ വടിയാണ്. ആ കാഞ്ഞിരത്തിൻ്റെ വടി കൊണ്ട് ഇയാളെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് നല്ല അടി അടിച്ചിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ദേഹത്തൊക്കെ അടിൻ്റെ നല്ല പാടുണ്ട്. തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് ആ പരിക്ക് മൂലം ഇയാൾ മരിച്ചിട്ട് ഇയാളുടെ പേഴ്സിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പൈസയും ഇയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലുണ്ടായ പൈസയും കവർ ചെയ്ത് കൊണ്ടുപോയതാണ്. എന്നിട്ട് ബോഡി ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി ഇയാൾ ആ കിടന്നിരുന്ന സ്ഥലത്ത് വലിച്ച് താഴേക്കിട്ട് അവിടെ നിന്നൊരു 10-30 മീറ്റർ മാറിയുള്ള ഫോറസ്റ്റിനുള്ളിൽ ബുഷുണ്ട്, കുറ്റിച്ചെടികൾ വളർന്നു കിടക്കുന്നതിൻ്റെ ഉള്ളിൽ കൊണ്ട് സൂക്ഷിച്ചിട്ടുള്ളതാണ്. ആ കേസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 14 കൊല്ലത്തിന് ശേഷമാണ് ഇതിപ്പോൾ ഡിറ്റക്ഷനാക്കുകയും ആ കേസിൻ്റെ കുറ്റപത്രം ഈ പറഞ്ഞ ആൾക്ക് കൊടുക്കുകയും അതിൽ ഈ പറയുന്ന പ്രതി എന്ന് പറയുന്ന ആൾ അന്ന് മുഖ്യമന്ത്രി കൊടുത്ത പരാതി തന്നെ അയാൾക്കെതിരായിട്ടൊരു എവിഡൻസായിട്ട് ഉപയോഗിക്കാനും കഴിഞ്ഞു. കാരണം ആ പരാതിയിൽ പറഞ്ഞ ഒരു കാര്യം, ഇയാൾ സമ്മതിക്കുന്ന കാര്യം, ഈ പറഞ്ഞ സംഭവ ദിവസം ഇയാൾ ഈ മരിച്ച ഹൈദ്രോസ് കിടന്നുറങ്ങിയതിൻ്റെ പരിസരത്തൂടി പോയി എന്നയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ പ്രസൻസ് അവിടെ അയാൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള എവിഡൻസും അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ എവിഡൻസും കടത്തിന് കടന്നപ്പുറത്തേക്ക് പോകാൻ വരെ പൈസ ഇല്ലാണ്ട് പൈസ കടം ചോദിച്ചിട്ട് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യവും കടത്തുകാരൻ്റെ എവിഡൻസൊക്കെ വെച്ചിട്ട് ഈ മൊഴികളൊക്കെ വെച്ചിട്ട് അയാൾക്കെതിരെ കുറ്റപത്രം കൊടുക്കുകയും അതിൻ്റെ വിചാരണ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ആഴ്ചയോ മറ്റോ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ വിധി പറയാമെന്നാണ് എൻ്റെ സംശയം. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഈ മറ്റുള്ളവരുടെ പേരും മറ്റുമൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല. ഏതായാലും സംശയത്തിൻ്റെ നിഴലിൽ നിന്നും ഹൈദ്രോസിൻ്റെ മൂത്ത മകനെ രക്ഷിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് കഴിഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ കുറ്റകൃത്യം നടത്തിയ ആളെ
നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. അതിൽ ആദ്യ കാലഘട്ടത്തിൽ പോലീസ് ഒരു പക്ഷേ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ കേസ് അന്ന് തന്നെ ഡിറ്റക്ഷനായിട്ട് പോയേനെ. ഏതായാലും നീതി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അതിൽ ഹേമേന്ദ്രൻ സാറിന് എടുത്ത നടപടിയും ബിജു സ്റ്റീഫൻ്റെ ഇൻവെസ്റ്റിഗേഷനും ഇപ്പോഴത്തെ SP വിക്രമിൻ്റെ ഇൻവെസ്റ്റിഗേഷനും എടുത്തു പറയേണ്ടതാണ്. അതിൽ നമ്മൾ ഈ പോലീസിൻ്റെ രീതി അനുസരിച്ച് ഈ ക്രൈംസിനെ തന്നെ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി ഒരു മൂന്നായിക്കൊണ്ട് തിരിക്കാം. ഒന്ന് സാധാരണ ഓർഡിനറി ക്രൈം, അത് സാധാരണ SIമാർ അന്വേഷിച്ചാൽ മതിയാവും. ചില കേസ് പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവ്സ് അനുസരിച്ച് ഗ്രേവ് ക്രൈംസായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഗ്രേവ് ക്രൈംസ് അന്വേഷിക്കാനുള്ള ബാധ്യത സെക്കൻഡ് ഇൻസ്പെക്ടറോട്ട് ഉള്ളവർക്കാണ്. മറ്റ് ചിലത് മാൻഡേറ്ററി പ്രൊവിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അനുസരിച്ച് DYSP അന്വേഷിക്കേണ്ട കേസുണ്ട്.